2024 ഓഗസ്റ്റ് 20 ചൊവ്വ. ഇന്ന് 1200 ചിങ്ങം 4. വാർത്തകൾ വായിക്കുന്നത് ജി രവി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. സിനിമാ മേഖലയിലെ ഞെട്ടിപ്പിക്കുന്ന സ്ത്രീ ദുരനുഭവങ്ങൾ പുറത്ത്. ലൈംഗിക അതിക്രമം, ലിംഗവിവേചനം, ദ്വയാർത്ഥ സംഭാഷണം, ഭീഷണി, എതിർത്താൽ പുറത്ത് വിലക്ക്. മറ്റൊരു മേഖലയിലും കാണാത്ത ലൈംഗിക ചൂഷണമാണ് മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്നതെന്നും ഭയന്ന് മാതാപിതാക്കളെ ഒപ്പം കൂട്ടേണ്ടത്ര അരക്ഷിതാവസ്ഥയിലാണ് സ്ത്രീകളെന്നും ജസ്റ്റിസ് കെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തൽ. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇന്നലെ പരിഗണിച്ച അപ്പീലുകൾ ഹൈക്കോടതി തള്ളിയതോടെയാണ് 4.5 വർഷം മുൻപ് തയ്യാറാക്കിയ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടത്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് വിമൻ ഇൻ സിനിമ കളക്റ്റീവിൻ്റെ ആവശ്യപ്രകാരം സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ 2017 ജൂലൈയിൽ സർക്കാർ കമ്മിറ്റിയെ നിയോഗിച്ചത്. 1.06 കോടി രൂപ ചെലവിട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് 2019 ഡിസംബറിലാണ് സമർപ്പിച്ചത്. വിവിധ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പുറത്തുവിടാതിരുന്ന റിപ്പോർട്ട് സാംസ്കാരിക വകുപ്പ് വിവരാവകാശ നിയമപ്രകാരമാണ് ഇന്നലെ അപേക്ഷകർക്ക് കൈമാറിയത്. 296 പേജുള്ള റിപ്പോർട്ടിൽ നിന്ന് വ്യക്തിപരമായ ആരോപണങ്ങൾ ഒഴിവാക്കാനായി 61 പേജുകളും ഒട്ടേറെ ഖണ്ഡികകളും വെട്ടിമാറ്റിയിട്ടും ഞെട്ടിക്കുന്ന ആരോപണങ്ങൾ ബാക്കിയാണ്. സിനിമയിൽ അവസരം തേടിയെത്തുന്ന സ്ത്രീകൾ ആദ്യം മുതൽ കേൾക്കേണ്ടി വരുന്ന 2 വാക്കുകളാണ് കോംപ്രമൈസും അഡ്ജസ്റ്റ്മെൻറ്റും. ലൈംഗിക താൽപ്പര്യങ്ങൾക്ക് വഴങ്ങാൻ നിർബന്ധിക്കപ്പെടുകയാണ് പലരും. നടൻ, നിർമ്മാതാവ്, സംവിധായകൻ, പ്രൊഡക്ഷൻ കൺട്രോളർ എന്നിങ്ങനെ ആരിൽ നിന്നും ഇത്തരം പ്രലോഭനങ്ങളും ആവശ്യങ്ങളും പ്രതീക്ഷിക്കാം. കാസ്റ്റിംഗ് കൗച്ച്, അതായത് അവസരത്തിനായി കിടക്ക പങ്കിടലാണ് സിനിമാ മേഖലയിലെ ജോലികളെ മറ്റ് മേഖലകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. നടിമാരടക്കമുള്ളവർ താമസിക്കുന്ന മിക്ക ഹോട്ടലുകളിലും സിനിമയിലെ പുരുഷന്മാർ രാത്രി കതകിൽ മുട്ടുന്നത് പതിവാണ്. കതക് അടിച്ചു തകർത്ത് പുരുഷന്മാർ അകത്ത് കടക്കുമോ എന്ന് പോലും പലപ്പോഴും ഭയപ്പെട്ടിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളിൽ നേരിട്ടുള്ള തെളിവാണ് മൊഴി നൽകിയവരിൽ നിന്ന് കമ്മിറ്റിക്ക് ലഭിച്ചത്. ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസിനെയോ കോടതിയെയോ സമീപിച്ചാൽ ജീവന് തന്നെ ആപത്താകുമെന്ന് ഭയപ്പെടുകയാണ് സ്ത്രീകൾ. ചില നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും നടന്മാരുടെയും കൈപ്പിടിയിലാണ് മലയാള സിനിമ. ഇവർ മറ്റുള്ളവർക്ക് മേൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ്. സംവിധായകരെയും നിർമ്മാതാക്കളെയും അഭിനേതാക്കളെയും വിലക്കാൻ ശേഷിയുള്ള മാഫിയയാണ് ഇത്. മുൻനിരയിലെ 10-15 പേർ അടങ്ങുന്ന പവർ ഗ്രൂപ്പ്. അറിഞ്ഞോ അറിയാതെയോ ഈ പവർ ഗ്രൂപ്പിനെതിരെ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ വിലക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യും. സിനിമാ സെറ്റുകളിൽ മദ്യത്തിൻ്റെയും ലഹരി വസ്തുക്കളുടെയും ഉപയോഗം വ്യാപകമാണ്. ഞെട്ടിക്കുന്ന ലൈംഗിക അതിക്രമങ്ങളിൽ അധികവും നടന്നത് ലഹരി ഉപയോഗിച്ച ശേഷമാണ്. ഒട്ടേറെ നടന്മാർ മദ്യപിച്ചാണ് സെറ്റിലെത്തുന്നത്. ഇവരിൽ നല്ലൊരു പങ്കും ലഹരി മരുന്നും ഉപയോഗിക്കുന്നു എന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. വയനാട് ഉരുൾപൊട്ടൽ വായ്പകൾക്ക് മൊറട്ടോറിയം പുനഃക്രമീകരണം. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായ മുഴുവൻ പേരുടെയും വായ്പകൾക്ക് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി മൊറട്ടോറിയവും പുനഃക്രമീകരണവും അനുവദിച്ചു. വായ്പകൾ എഴുതിത്തള്ളണമെന്ന മുഖ്യമന്ത്രിയുടെ ആവശ്യം കണക്കിലെടുത്ത് അതത് ബാങ്കുകൾക്ക് സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കാമെന്ന് യോഗം തീരുമാനിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ വായ്പകളുടെ കണക്കെടുപ്പ് പൂർത്തിയാക്കി 3 മാസത്തിനുള്ളിൽ മൊറട്ടോറിയവും പുനഃക്രമീകരണവും പൂർത്തിയാക്കണമെന്നും ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. വയനാട് ഉരുൾപൊട്ടൽ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി തീരുമാനം. വായ്പാ പുനഃക്രമീകരണം നടക്കും. റിക്കവറി നിർത്തിവെക്കും. നടപടിക്രമങ്ങളിൽ ഇളവുകളോടെ പുതിയ വായ്പ അനുവദിക്കും. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവർ ഭവന നിർമ്മാണം, കൃഷി, വ്യവസായം, വിദ്യാഭ്യാസം തുടങ്ങി എല്ലാ ആവശ്യങ്ങൾക്കും എടുത്തിട്ടുള്ള വായ്പകൾ പുനഃക്രമീകരിച്ചു നൽകുമെന്ന് ബാങ്കുകൾ അറിയിച്ചു. നടപടിക്രമങ്ങളിൽ ഇളവുകളോടെ പുതിയ വായ്പകൾ അനുവദിക്കും. 30 മാസത്തെ തിരിച്ചടവ് കാലാവധിയോടെ ഒരു ജാമ്യവുമില്ലാതെ തന്നെ 25,000 രൂപ വായ്പയായി നൽകും. എല്ലാ റിക്കവറി നടപടികളും അടിയന്തരമായി നിർത്തിവെക്കുമെന്ന് ബാങ്കുകൾ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ അറിയിച്ചു. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വായ്പ തിരിച്ചടവ് ഈടാക്കുന്ന തരത്തിൽ സോഫ്റ്റ്വെയറിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ക്രമീകരണം എല്ലാ ബാങ്കുകളും ഒഴിവാക്കും. ഏതെങ്കിലും ധനസഹായം അക്കൗണ്ടിലെത്തിയാൽ അവയിൽ നിന്ന് വായ്പ തിരിച്ചടവോ മറ്റ് ബാങ്ക് ഫീസുകളോ ഈടാക്കില്ല. ജൂലൈ 30-ന് ശേഷം ഏതെങ്കിലും ബാങ്കുകൾ ഇത്തരത്തിൽ പണം ഈടാക്കിയിട്ടുണ്ടെങ്കിൽ ഉടൻ തിരികെ അക്കൗണ്ടിൽ നിക്ഷേപിക്കും. 12 ബാങ്കുകൾക്കാണ് ഉരുൾപൊട്ടലുണ്ടായ മേഖലയിൽ പ്രവർത്തനം. 3220 പേരുടെ അക്കൗണ്ടുകളിലേക്ക് 35.30 കോടി രൂപ വായ്പയായി നൽകിയിട്ടുണ്ട്. ഈ വായ്പകൾ ഒഴിവാക്കി നൽകുന്നത് അതത് ബാങ്കുകൾ നടപടി കൈക്കൊള്ളണം.
ദുരന്തത്തിൽ 50% കൃഷിനാശം സംഭവിച്ചതിനാൽ റിസർവ് ബാങ്ക് സർക്കുലർ അനുസരിച്ച് 1 വർഷത്തെ മൊറട്ടോറിയം അനുവദിക്കണം. ഇതുൾപ്പെടെ 5 വർഷത്തേക്ക് വായ്പാ തിരിച്ചടവ് കാലാവധി ദീർഘിപ്പിക്കും. മുടങ്ങാതെ അടയ്ക്കുന്ന ഹ്രസ്വകാല വായ്പകളും പുനഃക്രമീകരിക്കും. കൃഷി മാത്രം നശിക്കുകയും മറ്റ് കൃഷി അനുബന്ധ സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ പറ്റാതിരിക്കുകയും ചെയ്താൽ 1 വർഷത്തേക്ക് മൊറട്ടോറിയം അനുവദിക്കും. തിരിച്ചടവ് കാലാവധി 1 വർഷം കൂടി അനുവദിക്കുകയും ചെയ്യും. പുതിയ കൃഷി വായ്പ നൽകും. പുതിയ വായ്പകൾക്ക് അധിക ജാമ്യങ്ങൾ നൽകേണ്ടതില്ല. ഗാസ ചർച്ച ഇത് അവസാന അവസരമെന്ന് അമേരിക്ക. ടെൽ-അവീവിലെ ചാവേർ സ്ഫോടനം ഉത്തരവാദിത്തമേറ്റ് പലസ്തീൻ സംഘടനകൾ. കൈറോയിൽ നടക്കുന്ന ചർച്ച വെടിനിർത്തലിനും ബന്ദി കൈമാറ്റത്തിനുമുള്ള അവസാന അവസരമാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. എന്നാൽ ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന വ്യാപകമായ ആക്രമണങ്ങളും ഇസ്രായേലിൽ ചാവേർ ആക്രമണം പുനരാരംഭിക്കുകയാണെന്ന ഹമാസിൻ്റെയും ഇസ്ലാമിക ജിഹാദിൻ്റെയും മുന്നറിയിപ്പും ഒത്തുതീർപ്പിനുള്ള സാധ്യത ഇല്ലാതാക്കി. ഞായറാഴ്ച ടെൽ-അവീവിലെ സിനഗോഗിന് സമീപമുണ്ടായ സ്ഫോടനത്തിൽ ചാവേർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പിന്നിൽ തങ്ങളാണെന്ന് ഇസ്ലാമിക് ജിഹാദ് വെളിപ്പെടുത്തി. ഗാസ ആക്രമണം തുടരുന്നിടത്തോളം ചാവേർ ആക്രമണങ്ങൾ ആവർത്തിക്കുമെന്ന് ഹമാസും പ്രഖ്യാപിച്ചു. US, ഖത്തർ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ കഴിഞ്ഞയാഴ്ച ദോഹയിൽ നടന്ന ചർച്ച ഫലം കാണാത്ത സാഹചര്യത്തിലാണ് ഈ ആഴ്ച കൈറോയിൽ വീണ്ടും ചർച്ച. ഇന്നലെ രാവിലെ ഇസ്രായേൽ പ്രസിഡന്റ് ഇസാക്ക് ഹെർസോഗ്, പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു എന്നിവരുമായി ബ്ലിങ്കൻ ചർച്ച നടത്തി. ഇത് നിർണായക നിമിഷമാണ്. ബന്ദികളെ തിരിച്ചെത്തിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള ഏറ്റവും മികച്ച അവസരം, ഒരുപക്ഷെ അവസാനത്തെ അവസരവുമാണ് ഇത് എന്നും ബ്ലിങ്കൻ പറഞ്ഞു. ഹമാസിനെ ഇല്ലാതാക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്നാണ് ഇസ്രായേൽ നിലപാട്. താൽക്കാലിക വെടിനിർത്തൽ പോരാ, സ്ഥിരമായ വെടിനിർത്തൽ വേണമെന്നാണ് ഹമാസിൻ്റെ ആവശ്യം. ഈ 2 കാര്യങ്ങളാണ് ചർച്ചയിലെ കീറാമുട്ടി. ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച പുലർച്ചെയുമായി മധ്യ ഗാസയിലെ ദെയ്ർ ബലാഹിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു വീട്ടിലെ 6 കുട്ടികളിൽ 5 പേർ ഒറ്റ പ്രസവത്തിൽ ജനിച്ച 10 വയസ്സുകാരാണെന്ന് അൽ അക്സ മർട്ടിയേഴ്സ് ഹോസ്പിറ്റൽ അധികൃതർ വെളിപ്പെടുത്തി. അമ്മയും 6 മക്കൾക്കൊപ്പം കൊല്ലപ്പെട്ടു. പിടിവിട്ട് ഓണം യാത്രാ നിരക്ക്. സ്പെഷ്യൽ ട്രെയിനുകളും KSRTC ബസ്സും ആവശ്യത്തിനില്ല. കനത്ത തുക ഈടാക്കി സ്വകാര്യ ബസ്സുകളും വിമാനവും. ഓണം അടുത്തതോടെ നാട്ടിലേക്കും തിരികെയുമുള്ള യാത്രയ്ക്ക് ആവശ്യത്തിന് ട്രെയിനുകളും ബസ്സുകളും ഇല്ലാത്തതിനു പുറമെ സ്വകാര്യ ബസ് നിരക്കുകൾ ഇരട്ടിയിലധികം കൂട്ടിയത് യാത്രക്കാർക്ക് ഇരുട്ടടി. KSRTCക്ക് പുതിയ ബസ്സുകൾ ഇല്ലാത്തതിനാൽ സർക്കാരിന് കാര്യമായി ഇടപെടാനും കഴിയുന്നില്ല. ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചുവേളിയിലേക്ക് ഇന്നലെ ഒരു സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അത് പര്യാപ്തമല്ലെന്ന് യാത്രക്കാർ പറയുന്നു. ബാംഗ്ലൂരു, ചെന്നൈ, മുംബൈ, ഡൽഹി, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് സ്പെഷ്യൽ ട്രെയിനുകൾ ഓടിക്കാൻ സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ റെയിൽവേയോട് ആവശ്യപ്പെടാം. അവസാന നിമിഷത്തേക്ക് വയ്ക്കാതെ സ്പെഷ്യൽ ട്രെയിനുകൾ നേരത്തെ പ്രഖ്യാപിച്ചാൽ മാത്രമേ യാത്രക്കാർക്ക് പ്രയോജനം ചെയ്യൂ. മുൻ വർഷങ്ങളിൽ അവസാന നിമിഷം പ്രഖ്യാപിച്ച ചില ട്രെയിനുകളിൽ ആവശ്യത്തിന് യാത്രക്കാരുണ്ടായിരുന്നില്ല. ബാംഗ്ലൂരു സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളും നിരക്ക് കുത്തനെ കൂട്ടി. 1000 മുതൽ 2500 വരെ നിരക്കുണ്ടായിരുന്ന സ്ഥാനത്ത് ഓണസമയത്ത് 2300 മുതൽ 4000 രൂപ വരെയാണ് തിരുവനന്തപുരം ബാംഗ്ലൂരു റൂട്ടിൽ ഈടാക്കുന്നത്. എറണാകുളം ബാംഗ്ലൂരു റൂട്ടിൽ 1500 മുതൽ 3150 രൂപ വരെ ഉണ്ടായിരുന്ന നിരക്കുകൾ 2500 മുതൽ 4000 വരെയായി. KSRTCയും കർണാടക RTCയും ഓണം സ്പെഷ്യൽ സർവീസുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും KSRTCയുടെ പക്കൽ പുതിയ ബസ്സുകളില്ല. ചെന്നൈ, ബാംഗ്ലൂരു, മുംബൈ, ഡൽഹി വിമാന നിരക്കുകളും ഓണത്തോടനുബന്ധിച്ച് ഗണ്യമായി കൂട്ടിയിട്ടുണ്ട്. കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ ഓടിച്ചാൽ വിമാന നിരക്ക് കുറയുമെന്നും യാത്രക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തവണ 2000 ഓണച്ചന്തകൾ 11 മുതൽ 14 വരെ. കേരള ഗ്രോ ബ്രാൻഡഡ് ഷോപ്പ് ഉദ്ഘാടനം 23-ന്. ഓണക്കാലത്ത് കൃഷിവകുപ്പിൻ്റെ 2000 ഓണച്ചന്തകൾ. അടുത്ത മാസം 11 മുതൽ 14 വരെയാണ് ചന്തകൾ. പൊതുവിപണിയിൽ കാർഷികോൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് എല്ലാ പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ പരിധിയിലും കുറഞ്ഞത് ഒരു ഓണവിപണിയെങ്കിലും നടത്താനുള്ള തീരുമാനം. 1076 വിപണി കൃഷിവകുപ്പ് നേരിട്ടും 160 വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ വഴിയും 764 ഹോർട്ടികോർപ്പ് വഴിയുമാണ് നടത്തുക. ജാം 2025 സയൻസ് ഉപരിപഠനത്തിന് മികച്ച അവസരം. ഓൺലൈൻ അപേക്ഷ സെപ്റ്റംബർ 3 മുതൽ ഒക്ടോബർ 11 വരെ. പരീക്ഷ ഫെബ്രുവരി 2-ന്. സെപ്റ്റംബർ 3 മുതൽ ഒക്ടോബർ 11 വരെ അപേക്ഷാ ഫീസ് ഓൺലൈനായി അടയ്ക്കാം. ഒരു പേപ്പറിന് 1800 രൂപ, 2 പേപ്പറിന് 2500 രൂപ.
പക്ഷേ പെൺകുട്ടികളും പട്ടിക ഭിന്നശേഷി വിഭാഗക്കാരും 900 രൂപ 1250 രൂപ ക്രമത്തിൽ അടച്ചാൽ മതിയാകും. 2 പേപ്പറുകൾ എഴുതുന്നവരും ഒരു അപേക്ഷയെ സമർപ്പിക്കാവൂ. അപേക്ഷയുടെ പ്രിൻ്റ് അയക്കേണ്ടതില്ല. ശുഭദിനം. നന്ദി.